ഹലോ, ജിസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ടാണ് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് വരാം. മുട്ട നമ്മളിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 2 സവാള എടുത്തിട്ട് നല്ല ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേപ്പില, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇത് റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. മയോണൈസ് ഉണ്ട്. അരിപ്പൊടി 3 ടീസ്പൂണ്, മൈദ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ്, വേപ്പില, മുളക്, മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കും. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്കൊരു 3 ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ 4 ടീസ്പൂൺ കൊടുക്കട്ടെ. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ ലേശം എണ്ണ തടവി കൊടുക്കാം. നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കാം. എന്നിട്ട് വെച്ചിട്ട് പരത്തി കൊടുക്കാം. ഏത് ഷേപ്പിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ പരത്തി റെഡിയാക്കാം. എന്നിട്ട് ഈ മൈദയുടെ മിക്സിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് റസ്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ എല്ലാതും അതുപോലെ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല തിളച്ച് വരട്ടെ. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി എണ്ണയിൽ ഇട്ട് വറുത്ത് പോരാം. നമ്മൾ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുവെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.